കാട്ടാന ആക്രമണം വീണ്ടും. വയനാട്ടിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടു. അട്ടമല സ്വദേശി ബാലനെ കാട്ടാന ആക്രമിച്ചത് ഉരുൾപൊട്ടൽ മേഖലയ്ക്ക് സമീപം. ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് കാട്ടാന കൊന്നത് 4 പേരെ. വന്യജീവി ആക്രമണങ്ങൾ എല്ലാം ജനവാസ മേഖലയിൽ അല്ലെന്ന് ആവർത്തിച്ച് വനം മന്ത്രി. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗിൽ 5 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. ഡംബലും കോമ്പസും ഉപയോഗിച്ച് അതിക്രൂര റാഗിംഗ് എന്ന് വിദ്യാർത്ഥികളുടെ പരാതി. പീഡനം തുടർന്നത് 3 മാസം. വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞിട്ടില്ലെന്ന് കോളേജ് അധികൃതർ. കമൽഹാസൻ രാജ്യസഭയിലേക്ക്. ജൂലൈയിൽ ഒഴിവ് വരുമ്പോൾ കമലിന് സീറ്റ് നൽകുമെന്ന് DMK. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണച്ചതിന് സ്റ്റാലിന്റെ പ്രത്യുപകാരം. നിയമസഭയിൽ പോലീസ് അതിക്രമവും വീഴ്ചയും ഉന്നയിച്ച് പ്രതിപക്ഷം. പോലീസിന്റെ തണലിൽ ഗുണ്ടകളുടെ സമ്മേളനമെന്ന് പ്രതിപക്ഷ നേതാവ്. ഒരു സംഭവത്തിന്റെ പേരിൽ പോലീസിനാകെ വെളിവില്ലെന്ന് പറയാനാകില്ലെന്ന് മുഖ്യമന്ത്രി. സ്പീക്കർ VD സതീശൻ വാക്പോര്. ചരിത്രത്തിൽ ഏറ്റവും കുറവ് സമയം വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവ്. PC ചാക്കോ NCP പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു. ചാക്കോയുടെ രാജി പാർട്ടിയിലെ തർക്കം ശക്തമാകുന്നതിനിടെ PM സുരേഷ് ബാബുവിനെ പ്രസിഡന്റാക്കണമെന്ന് ശരത് പവാറിനോട് ആവശ്യപ്പെട്ടു. രാജിയെക്കുറിച്ച് അറിയില്ലെന്ന് AK ശശീന്ദ്രൻ. കയർ ബോർഡ് ഉദ്യോഗസ്ഥ ജോളി മധു ബോധരഹിതയാകുമ്പോൾ എഴുതിക്കൊണ്ടിരുന്ന കത്ത് ന്യൂസ് 18. കടുത്ത മാനസിക പീഡനം നേരിട്ടെന്നും ചെയർമാനോട് സംസാരിക്കാൻ ധൈര്യമില്ലെന്നും കത്തിൽ. ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി കുടുംബം. ജോളിയെ സ്ഥലം മാറ്റിയത് ചട്ടം ലംഘിച്ചാണെന്ന് മുൻ ഉദ്യോഗസ്ഥൻ. സ്കൂട്ടറിന് ശേഷം പാതി വിലയ്ക്ക് കാർ നൽകാനും അനന്തു കൃഷ്ണൻ പദ്ധതിയിട്ടു. അറസ്റ്റ്. കാർ പദ്ധതിയുടെ ആലോചനകൾ നടക്കുമ്പോൾ തട്ടിപ്പ് പുറത്തുവരുന്നതിന് 1 വർഷം മുന്നേ ആനന്ദകുമാറും അനന്തു കൃഷ്ണനും തമ്മിൽ ഭിന്നത. ഇരുവരുടെയും സംഭാഷണത്തിന്റെ ശബ്ദം ന്യൂസ് 18. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ഇന്ന് അമേരിക്കയിലെത്തും. ട്രംപിന്റെ 2ാം വരവിലും സഹകരണം ശക്തമാക്കുക ലക്ഷ്യം. മോദി ട്രംപ് കൂടിക്കാഴ്ച നാളെ. ജസ്പ്രീത് ബുംറയില്ലാതെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്ക്. പുറംവേദനയിൽ നിന്ന് സുഖം പ്രാപിക്കാൻ താരത്തിനായില്ല. ഹർഷിത് റാണയും വരുൺ ചക്രവർത്തിയും ടീമിൽ. ഇന്ത്യ ഇംഗ്ലണ്ട് 3ാം ഏകദിനം അല്പസമയത്തിനകം അഹമ്മദാബാദിൽ. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായ റാഗിങ്ങിന് വിധേയരാക്കി സീനിയർ വിദ്യാർത്ഥികൾ. ശരീരത്ത് കോമ്പസ് കൊണ്ട് മുറിവുണ്ടാക്കിയ ശേഷം ലോഷൻ ഒഴിച്ച് പീഡിപ്പിച്ചു. സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽ വെയിറ്റ് വെച്ച് പീഡിപ്പിച്ചതായും 6 വിദ്യാർത്ഥികൾ പരാതി നൽകി. സംഭവത്തിൽ ഗാന്ധിനഗർ പോലീസ് 3ാം വർഷ വിദ്യാർത്ഥികളായ 5 പേരെ അറസ്റ്റ് ചെയ്തു. 3 മാസം നീണ്ട പീഡന പരമ്പരയ്ക്കൊടുവിലാണ് കുട്ടികൾ പരാതിയുമായി എത്തിയത്. രക്ഷിതാക്കളെ വിവരമറിയിച്ചതോടെയാണ് സംഭവം പുറത്തുവരുന്നത്. പ്രാഥമിക അന്വേഷണം നടത്തിയ കോളേജ് പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. തുടർന്നാണ് 5-അംഗ സംഘത്തെ ഗാന്ധിനഗർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ പീഡനത്തിന്റെ വീഡിയോ അടക്കം പ്രതികളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. 3ാം വർഷ വിദ്യാർത്ഥികളായ സാമുവൽ ജോൺ, വിവേക്, റിജിൽജിത്ത്, രാഹുൽ രാജ്, ജീവ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കോളേജിൽ ആന്റി റാഗിംഗ് സംവിധാനമുണ്ടെന്നും എന്നാൽ ഒരു വിദ്യാർത്ഥി പോലും പരാതി പറഞ്ഞിരുന്നില്ലെന്നും കോളേജ് അധികൃതർ വിശദീകരിക്കുന്നു. അതായത് അവരുടെ ക്ലാസ് ടീച്ചർ ദിവസവും തന്നെ റാഗിങ്ങിൻ്റെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന് ക്ലാസ്സിൽ ദിവസവും ചോദിക്കുന്നുണ്ടായിരുന്നു. നാളെ ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇന്നലെ രാവിലെ ആ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പേരൻറ്റ്, അച്ഛൻ, ക്ലാസ് ടീച്ചറിനെ വിളിച്ചാണ് റിപ്പോർട്ട് ചെയ്തത്. ഏലപ്പാറ സ്വദേശിയുടെ പരാതി പരിഗണിച്ചാണ് പോലീസ് FIR ഇട്ടത്. പ്രാഥമിക അന്വേഷണം നടത്തിയ കോളേജ് റിപ്പോർട്ട് നഴ്സിംഗ് കൗൺസിലിന് കൈമാറിയിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിനും തീരുമാനമായി. ഒരു പ്രഥമ ദൃഷ്ട്യാ റാഗിങ്ങിൻ്റെ സംശയമുള്ളത് കൊണ്ട് അവരെഴുതി തന്ന കംപ്ലൈൻറ്റ് വെച്ച് പ്രിലിമിനറി എൻക്വയറി കോളേജ് ലെവലിൽ നടത്തി. ഇന്നലെ തന്നെ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും കുട്ടികൾക്ക് അന്വേഷണ വിധേയമായി ഇനി ഉള്ള നടപടി
വരുന്നതുവരെയുള്ള സസ്പെൻഷനാണ് കോളേജിൽ നിന്ന് കൊടുത്തത്. ഉടൻ തന്നെ ആ പരാതി ഗാന്ധിനഗർ SHOയ്ക്കും കോട്ടയം SP-ക്കും ഫോർവേഡ് ചെയ്തിരുന്നു. ഗാന്ധിനഗർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. റാഗിംഗ് വിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. റാഗിംഗ് നടക്കുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും വിദ്യാർത്ഥികളോട് ചോദിക്കാറുണ്ട്. പക്ഷെ കുട്ടികളാരും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല. ഇതാണ് പ്രിൻസിപ്പൽ നൽകുന്ന വിശദീകരണം. അതായത് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും റാഗിംഗ് നടന്നു. സംവിധാനങ്ങളുടെ പരാജയമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ നഴ്സിംഗ് കോളേജ് ചൂണ്ടിക്കാട്ടുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. വയനാട് അട്ടമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു. അട്ടമല സ്വദേശി ബാലനാണ് മരിച്ചത്. ഇന്നലെ രാത്രിയാണ് ബാലൻ കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടത്. സംസ്ഥാനത്ത് ഒരാഴ്ചക്കിടെ 4 പേരെയാണ് കാട്ടാനകൾ കൊന്നത്. കാട്ടാന ആക്രമണങ്ങൾ ചെറുക്കാൻ നടപടിയില്ലെന്നാരോപിച്ച് വയനാട് ജില്ലയിൽ ഹർത്താൽ ആചരിക്കുകയാണ്. നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിൽ മാനു കൊല്ലപ്പെട്ടതിന്റെ നടുക്കം മാറും മുൻപാണ് മറ്റൊരു ദാരുണ സംഭവം. തേയിലത്തോട്ടത്തിലാണ് ബാലന്റെ മൃതദേഹം കണ്ടത്. ഇന്നലെ ചൂരൽമലയിൽ നിന്ന് അരിയടക്കമുള്ള സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടത്. അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിന് സമീപത്തെ ചെറിയ കൂപ്പ് റോഡിലൂടെ വീട്ടിലേക്ക് പോകുകയായിരുന്നു ബാലകൃഷ്ണൻ. രാവിലെയാണ് മൃതദേഹം കണ്ടത്. ഏറാട്ടുകുണ്ട് കോളനിയിൽ കറുപ്പന്റെ മകൻ ബാലകൃഷ്ണന് 27 വയസ്സു മാത്രമാണ് പ്രായം. പ്രദേശത്ത് കാട്ടാന ശല്യമുണ്ടെന്ന് നേരത്തെ പരാതിപ്പെട്ടിരുന്നു. വഴിവിളക്കുകൾ ഇല്ലാത്തതിനാൽ വെളിച്ചവുമില്ല. സോളാർ വാലി ആനയുടെ ആക്രമണത്തിൽ നേരത്തെ തന്നെ തകർന്നിരുന്നെന്ന് പ്രദേശവാസികൾ പറയുന്നു. അവിടുത്തെ ആളുകൾ മുഴുവൻ അവിടെ നിന്ന് മാറി മറ്റു പല മേഖലയിലും താമസിക്കുമ്പോൾ അവരുടെ കൃഷിഭൂമി മാത്രമാണ് അവിടെയുള്ളത്. അതിനകത്ത് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവരവിടെ പകൽ സമയത്ത് പോവുകയും വൈകുന്നേരം തിരിച്ചു വരികയും ചെയ്തു. പക്ഷെ വൈകുന്നേരങ്ങളിൽ വ്യാപകമായ രീതിയിൽ കാട്ടാനയുടെ ശല്യമുണ്ട് എന്ന് മാധ്യമങ്ങളിലും പത്രങ്ങളിലും മീറ്റിങ്ങുകളിലും ഒക്കെ ചർച്ച ചെയ്യുകയും ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരോട് കൃത്യമായി അവിടെ ഒരു നിരീക്ഷണവും ശ്രദ്ധയും ഉണ്ടാവണമെന്ന് നിർദ്ദേശം നൽകിയതാണ്. കാരണം അവിടെ കറണ്ടില്ല. നോഗോ സോണിനകത്ത് ഉൾപ്പെടുന്ന പ്രദേശത്ത് വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് വൈകുന്നേരങ്ങളിൽ വലിയ ഇരുട്ടും ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് കാടുകൾ രൂപപ്പെടുകയും ചെയ്ത് വിജനമായൊരു പ്രദേശമായി ആ പ്രദേശം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കാട്ടാനകൾക്ക് കുറച്ചുകൂടി സ്വസ്ഥതയിൽ ആ പ്രദേശത്ത് അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആളുകളുടെ ആക്ഷേപം. ഇത് ഫോറസ്റ്റിന് അറിയാത്ത കാര്യമല്ല. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിത മേഖലയോട് ചേർന്ന പ്രദേശമാണ് അട്ടമല. ബെയിലിപ്പാലം കടന്നു മാത്രമേ ഇവിടേക്ക് എത്താനാകൂ. ദുരന്ത സമയത്ത് ഇവിടെയുള്ളവർ മാറിപ്പോയെങ്കിലും പിന്നീട് ഈ കുടുംബങ്ങൾ ഇവിടേക്ക് തന്നെ മടങ്ങിയെത്തുകയായിരുന്നു. ബാലന്റെ മരണത്തോടെ കേരളത്തിൽ 2 ദിവസത്തിനിടെ 4 പേരുടെ ജീവനാണ് കാട്ടാനക്കലിയിൽ പൊലിഞ്ഞത്. ന്യൂസ് 18 വയനാട്. കാട്ടാന ആക്രമണത്തിൽ അടിയന്തര നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഉൾക്കാട്ടിൽ ആനകൾക്ക് ഭക്ഷണം ഒരുക്കണം. റെസ്പോൺസ് ടീമിനെ അടിയന്തരമായി നിയമിക്കണം. വന്യജീവി ആക്രമണം തടയാൻ യോഗമല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ലെന്നും VD സതീശൻ പറഞ്ഞു. സത്യത്തിൽ ഒരു വളരെ അടിയന്തരമായി റെസ്പോൺസ് ടീമിനെയെല്ലാം വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ പോകണം. മാത്രമല്ല, കാട്ടിൽ ചൂട് കൂടുന്നത് കൊണ്ട് വെള്ളമില്ലാത്തതുകൊണ്ടാണ് ആന ഇറങ്ങുന്നത്. അപ്പോൾ വെള്ളം കൊടുക്കാൻ, വെള്ളവും ഭക്ഷണവും കാടിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അടിയന്തരമായ സംവിധാനങ്ങൾ വേണം. എവിടെയാണ് കൂടുതലായി ആന ഇറങ്ങുന്ന സ്ഥലം എന്ന് ഫോറസ്റ്റിന് അറിയാം. കേരളത്തിൽ ആന കൂടുതലായി ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ ഉൾക്കാട്ടിൽ ആനയ്ക്ക് ഭക്ഷണവും വെള്ളവും അറേഞ്ച് ചെയ്യാൻ സാധാരണ അങ്ങനെയാണ് എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്നത്. കേരളവും നേരത്തെ ചെയ്തിരുന്നു. അപ്പോൾ അതൊന്നും കൃത്യമായി ഓഡിറ്റിംഗ് ഇല്ലാതെ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. വനം ഉദ്യോഗസ്ഥർക്കെതിരെ മലപ്പുറം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയി ക്ഷമയുടെ നെല്ലിപ്പലിക കണ്ടുകഴിഞ്ഞു. വനം വകുപ്പ് ഓഫീസ് ചുട്ടുകരിക്കുമെന്ന് VS ജോയിയുടെ പ്രസംഗം. നാളെ ചുടുകറ്റയുമായി വനം ഓഫീസുകളിലേക്ക് വരുമെന്നാണ് ജോയിയുടെ പ്രസംഗം. മലപ്പുറം പോത്തുകല്ല് കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യവെയാണ് ജോയിയുടെ ഭീഷണി പ്രസംഗം. പറയുന്നു സമാധാനപരമായിട്ടാണ് ഈ സമരവുമായി കടന്നു വന്നത്. ഈ പ്രശ്നത്തിന് മണിക്കൂർ വെച്ച് പരിഹാരമുണ്ടാക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് കൊടിയുമായിട്ടാണ് വന്നതെങ്കിൽ നാളെ ഞങ്ങൾ ചൂട്ടുകറ്റയുമായി വരും. ഈ ഓഫീസ് ഞങ്ങൾ ചൂട്ടുകരിക്കും. ഇവിടുത്തെ ഓഫീസർമാരെ അടിച്ചോടിക്കാൻ ഞങ്ങൾ മടിക്കില്ല. ജനങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ടുണ്ട്. ജീവിക്കാനുള്ള അവകാശം ഈ നാട്ടിലെ പൗരന്മാർക്ക് ഭരണഘടന നൽകുന്ന അവകാശമാണ്. ആ ജീവിക്കാനുള്ള പൗരന്റെ അവകാശത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും ഒരു വനം വകുപ്പ് മന്ത്രിക്കും കേരളത്തിൽ വിലസാമെന്ന് വ്യാമോഹം വേണ്ട. നടൻ കമൽഹാസൻ രാജ്യസഭയിലേക്ക്. ജൂലൈയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നിന്ന് DMK മുന്നണി സ്ഥാനാർത്ഥിയായി രാജ്യസഭയിലേക്ക് മത്സരിക്കും. DMK നേതൃത്വവുമായി ഇതേക്കുറിച്ച് കമൽഹാസന്റെ പാർട്ടിയായ മക്കൾ നീതി മയ്യം ധാരണയിലെത്തിയിട്ടുണ്ട്.
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ കമലിന്റെ പാർട്ടിയായ മക്കൾ നീതി മയ്യം DMK മുന്നണിയുടെ ഭാഗമാണ്. ജൂലൈ മാസത്തിലാണ് രാജ്യസഭയിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും 6 സീറ്റ് ഒഴിവ് വരുന്നത്. ഈ സീറ്റുകളിൽ ഒന്നിൽ കമൽഹാസൻ മത്സരിക്കും. MK സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം DMK മുതിർന്ന നേതാവ് ശേഖർ ബാബു കമൽഹാസനുമായി കൂടിക്കാഴ്ച നടത്തി പാർട്ടിയുടെ തീരുമാനം അറിയിച്ചു. BJP വിരുദ്ധ ചേരിയിലെ ശക്തനായ വക്താവായ കമൽഹാസൻ ദേശീയ തലത്തിലേക്ക് എത്തുന്നത് പ്രതിപക്ഷ ചേരിക്ക് കൂടുതൽ കരുത്തു പകരും. നിലവിലെ അംഗബലം അനുസരിച്ച് തമിഴ്നാട്ടിൽ നിന്നും 4 പേരെ DMKക്ക് രാജ്യസഭയിൽ എത്തിക്കാനാകും. കമൽഹാസന് രാജ്യസഭയിലേക്ക് സീറ്റ് നൽകാമെന്ന് DMK നേരത്തെ തന്നെ ഉറപ്പു നൽകിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂരിൽ BJPയുടെ അണ്ണാമലയ്ക്കെതിരെ മത്സരിക്കാനെത്തിയ കമൽഹാസൻ MK സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം പിന്മാറിയിരുന്നു. BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാതിരിക്കാനായിരുന്നു ഈ നീക്കം. ഇതിന് പകരമായിട്ടാണ് DMK രാജ്യസഭാ ഓഫർ മുന്നോട്ട് വെച്ചത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പോലീസ് അതിക്രമവും വീഴ്ചയും നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം തള്ളിയതിനെ തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. ജനകീയ സേന എന്ന പേര് കേരള പോലീസ് അന്വർത്ഥമാക്കിയെന്ന് മുഖ്യമന്ത്രി. കേരളം ഗുണ്ടകളുടെ നാടായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. കേരള പോലീസിന്റെ സമീപകാല വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞായിരുന്നു M. ഷംസുദ്ദീന്റെ റൂൾ 15 നോട്ടീസ് അവതരണം. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സാർ ഉയർന്നു വരുന്ന കഥകൾ വളരെ ദൈന്യതയാർന്നതാണ് സാർ, ഭീതിതമാണ് സാർ, ഭീകരമാണ് സാർ. കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞു കൊല്ലുന്ന പൈശാചികത ബാലരാമപുരത്ത് നമ്മൾ കാണുകയുണ്ടായി സാർ. ഈ പിണറായി കാലത്തെ ക്രമസമാധാന സ്ഥിതി വളരെ ലജ്ജാവഹമാണ് സ്ഥിതി സാർ. അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യാൻ, അടിയന്തരമായി ഇത് ചർച്ച ചെയ്യാൻ ഈ സഭ നിർത്തിവെക്കണമെന്ന് ഞാൻ ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയാണ് സാർ. ഇന്ത്യയിൽ ക്രമസമാധാന നില ഏറ്റവും ഭദ്രമായ ഇടമാണ് കേരളമെന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനകീയ സേന എന്ന പേര് അന്വർത്ഥമാക്കുന്നതാണ് കേരള പോലീസ്. പോലീസ് ഗുണ്ടകളെ സംരക്ഷിക്കുന്ന കാലം കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി. സമൂഹത്തോട് നല്ല പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് പ്രവർത്തിച്ചു പോകാനുള്ള അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. അതിന് പോലീസിനെ കൂടുതൽ പ്രാപ്തമാക്കുന്ന നടപടികളാണ് നാം സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി നല്ല തോതിൽ ജനകീയ സേന എന്ന പേര് അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പോലീസ്. കേരളം ഗുണ്ടകളുടെ നാടായി മാറിയെന്ന് വാക്കൌട്ട് പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് ഗുണ്ടകളുടെ വിഹാരരംഗമാണ് കേരളം. പോലീസിന്റെ റിപ്പോർട്ട് തന്നെ 2000-ലധികം ഗുണ്ടകൾ കേരളത്തിൽ സ്വൈരവിഹാരം നടത്തുന്നു എന്നാണ്. കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായി നടക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഇപ്പൊ ഗുണ്ടകളുടെ സമ്മേളനങ്ങളാണ്. പ്രസംഗം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്കുതർക്കത്തിനിടയായി. ചരിത്രത്തിൽ ഏറ്റവും കുറവ് സമയം വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവ്. വിഷയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. പാതിവില തട്ടിപ്പ് കേസിൽ പ്രാഥമിക വിവരശേഖരണം ക്രൈംബ്രാഞ്ച് തുടങ്ങി. ജില്ലകളിലെ പരാതികൾ DYSPമാരുടെ നേതൃത്വത്തിലാണ് അന്വേഷിക്കുന്നത്. പ്രതി അനന്തു കൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട്. പാതിവില 2 വീലർ തട്ടിപ്പിന് ശേഷം അനന്തു കൃഷ്ണനും സംഘവും ലക്ഷ്യമിട്ടത് EV കാർ തട്ടിപ്പെന്ന് അഡ്വക്കേറ്റ് A. രാജസിംഹൻ ന്യൂസ് 18നോട് പറഞ്ഞു. അനന്തു കൃഷ്ണൻ പ്രതിയായ പാതിവില തട്ടിപ്പ് കേസിൽ ഓരോ ജില്ലകളിൽ നിന്നും വരുന്ന പരാതികൾ പരിശോധിച്ച ശേഷം മൊഴിയെടുക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. അനന്തു കൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടുകളും സംഘം പരിശോധിച്ചു തുടങ്ങി. ഇത് പൂർത്തിയായ ശേഷമായിരിക്കും അനന്തുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക. അതേസമയം പാതിവില 2 വീലർ തട്ടിപ്പിന് ശേഷം അനന്തു കൃഷ്ണനും സംഘവും ലക്ഷ്യമിട്ടത് EV കാർ തട്ടിപ്പെന്ന് അശോക അപ്പാർട്ട്മെന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് A. രാജസിംഹൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഇതിനായുള്ള ആലോചനകൾ നടക്കുന്നതിനിടയിലാണ് അനന്തു കൃഷ്ണൻ പിടിയിലാകുന്നത്. ഈ ഒരു തട്ടിപ്പ് സ്കീമിന് ശേഷം ഇത് ഏറ്റവും പാവപ്പെട്ട ആളുകളെ വെച്ചിട്ടുള്ള തട്ടിപ്പാണല്ലോ. ഇതിന് തൊട്ട് മുകളിലുള്ള മറ്റൊരു ലെയറിനെ ഇവർ കണ്ടിരുന്നു. അത് ഇലക്ട്രിക് കാറുകളുടെ ഒരു തട്ടിപ്പാണ്. കേരളത്തിൽ ഇലക്ട്രിക് കാറുകൾ പകുതി വിലയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞൊരു സ്കീം കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സ്വന്തമായിട്ട് ബെൻസ് കാർ അടക്കമുള്ള സമ്പന്നരെയും ഈ ട്രാപ്പിലേക്ക് എത്തിക്കാമായിരുന്നു. കാരണം നമ്മുടെ സാധാരണ മലയാളിയുടെ എന്തിനുമുള്ള ഒരു ഡിസ്കൗണ്ടിൽ കിട്ടുന്ന ഒരു ആർത്തി കാരണം അവരൊക്കെ ഇതിൽ കാശ് നിക്ഷേപിച്ചേനെ. പണം നഷ്ടമായവരുടെ മൊഴിയെടുക്കലാണ് അന്വേഷണ സംഘം നേരിടുന്ന വെല്ലുവിളി. ഇതുകൂടാതെ പകുതി വിലയിൽ സ്കൂട്ടറും ലാപ്ടോപ്പും രാസവളവും തയ്യൽ മെഷീനും വാങ്ങിയവരുടെയും മൊഴിയെടുക്കണം. നിലവിൽ അനന്തു കൃഷ്ണനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.
ഓരോ ജില്ലകളിലായി 100 കണക്കിന് പ്രതികളുമുണ്ട്. ഓരോരുത്തരുടെയും പങ്ക് പരിശോധിച്ച് അറസ്റ്റിലേക്ക് കടക്കണം. വിപുലമായ പദ്ധതി തയ്യാറാക്കി അന്വേഷണം നടത്തിയാലും ഓരോ കുറ്റപത്രവും തയ്യാറാക്കാൻ സമയമെടുക്കുമെന്ന വിലയിരുത്തലിലാണ് ക്രൈംബ്രാഞ്ച്. ന്യൂസ് 18 കൊച്ചി. പാതിവില പദ്ധതിയുടെ നടത്തിപ്പിനെക്കുറിച്ച് NGO കോൺഫെഡറേഷനിൽ നേരത്തെ തന്നെ തർക്കം തുടങ്ങിയിരുന്നുവെന്നതിന് തെളിവ് പുറത്തുവന്നു. പണം നിക്ഷേപിച്ചവർക്ക് വാഹനം കിട്ടാതായതോടെ സംഘടനാ ബോഡി യോഗത്തിൽ ആനന്ദകുമാറും അനന്തു കൃഷ്ണനും തമ്മിലുണ്ടായ ഭിന്നതയുടെ ഓഡിയോ ന്യൂസ് 18 ലഭിച്ചു. മാസങ്ങൾക്ക് മുമ്പ് നടന്ന NGO കോൺഫെഡറേഷൻ യോഗത്തിൽ തന്നെ ഭിന്നത പ്രകടമായി. പണം നിക്ഷേപിച്ചവർക്ക് വാഹനം കിട്ടാതായത് ബോർഡ് അംഗങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. ഇക്കാര്യത്തിൽ അനന്തു കൃഷ്ണന്റെ പ്രവർത്തനത്തിൽ ചെയർമാൻ ആനന്ദകുമാറും അതൃപ്തി രേഖപ്പെടുത്തി. ഞാൻ അനന്തുവിൻ്റെ അടുക്ക് അന്നേ എനിക്ക് ഒരു 4 മാസം മുമ്പ് പറഞ്ഞു, അനന്തു 2 വീലർ 50,000 രൂപ അവർ തരുന്നു, 56,000 രൂപ നിങ്ങളിടുന്നു, നിങ്ങളുടെ കമ്പനി ഇടുന്നു, അതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ്. ഇതാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ശരിയാണെങ്കിൽ അനന്തു ഒരു 4 or 5 തവണ ഞാൻ ചോദിച്ചു അതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ് പറയാനായിട്ട്. ഇപ്പം എൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ എൻ്റെ സായി ട്രസ്റ്റിനെ കുറിച്ച് ഒരു കാര്യം പറയാനായിട്ട് എനിക്ക് 2 മിനിറ്റ് മതി. അതിൻ്റെ സ്പ്ലിറ്റപ്പ് എന്നുള്ളത് ഞാൻ മീൻ ചെയ്തത് ഒരു വാക്ക് എന്നുള്ളതല്ല. ഞാൻ മീൻ ചെയ്തത് 56,000 രൂപ നിങ്ങളുടെ കമ്പനി ഇടുമ്പോൾ അതിൽ 10,000 രൂപ മാർക്കറ്റിംഗ് ഫണ്ടാണ്, അതിൽ 20,000 രൂപ ഇന്ന ഫണ്ടാണ്, അതിൽ 30,000 രൂപ വേറെ ഏതെങ്കിലും പാർട്ടി തന്നതാണ്. ഇങ്ങനെ ഒരു വാർത്തയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പോഴും ആ ഒരു കാര്യത്തിന് ഒരു യഥാർത്ഥ മറുപടി കിട്ടിയിട്ടില്ല. പണം തിരികെ നൽകാൻ തനിക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ടെന്നാണ് അനന്തു കൃഷ്ണന്റെ മറുപടി. പണം വന്ന വഴിയും അനന്തു വിശദീകരിക്കുന്നത് ഇങ്ങനെ: ഇതിനകത്ത് 1 രൂപ കോൺഫെഡറേഷൻ, ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാൻ രാവിലെ ശിവചേച്ചി വിളിച്ചപ്പോഴും പറഞ്ഞു, നമുക്ക് ഇന്ന് സാറിന് ഞാൻ വോയിസ് ഇട്ടപ്പോഴും പറഞ്ഞു, ഇന്നത് ക്ലോസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരാളും എവിടെയാണ് ഞങ്ങളുടെ പൈസ എന്ന് ചോദിക്കാത്ത വിധത്തിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിയുന്നത് പോലെ അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഫിനാൻഷ്യൽസിൽ പറയാനുള്ളത്. ഓരോന്നിനും ഇത്രയും അധികം പേയ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ആരുടെയും ഉറക്കമോ നിങ്ങൾക്ക് ആർക്കുമോ ഒരു പ്രതിസന്ധി ഉണ്ടാകാത്ത വിധത്തിലാണ് എല്ലാ എഗ്രിമെന്റുകളും ചെയ്ത്. കോൺഫെഡറേഷന്റെ ഡീഡിൽ പോലും അനന്തു കൃഷ്ണന്റെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി പണം പിരിക്കരുതെന്ന ധാരണയിൽ യോഗം പിരിഞ്ഞു. ഇതില് എൻ്റെ ഒരു അഭ്യർത്ഥന, ചെയർമാൻ ഉൾപ്പെടെ 1 രൂപ ഈ ഇന്നത്തെ ദിവസം മുതൽ 1 രൂപ മേടിക്കുകയോ മേടിച്ചതിന് അയച്ചു എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യുകയോ പാടില്ല, ദയവ് ചെയ്ത്. പണം നിക്ഷേപിച്ചവർക്ക് നൽകിയ ഉറപ്പ് പാലിക്കാനാവാത്തത് സംഘടനയ്ക്കുള്ളിൽ വലിയ തർക്കമായിരുന്നു. പണം ചെലവഴിക്കുന്ന രീതിയിലും അവ്യക്തതയുണ്ടായിരുന്നു. ആനന്ദകുമാറും അനന്തു കൃഷ്ണനും തമ്മിലുണ്ടായ ഈ ഭിന്നതയ്ക്ക് ശേഷവും ഇരുവരും ചേർന്ന് നിക്ഷേപകരെ ആകർഷിക്കാൻ യോഗം വിളിച്ചു. പോലീസ് പിടിയിലായതോടെ CSR ഫണ്ട് വരാത്തതിന് ആനന്ദകുമാറിനാണ് ഉത്തരവാദിത്തമെന്നാണ് അനന്തു കൃഷ്ണൻ നൽകിയ മൊഴി. ക്രൈംബ്രാഞ്ച് സംഘം ഉടൻ തന്നെ ആനന്ദകുമാറിനെ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. PC ചാക്കോ NCP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. രാജിക്കത്ത് പാർട്ടി അധ്യക്ഷൻ ശരത് പവാറിന് കൈമാറിയിട്ടുണ്ട്. പാർട്ടിക്കുള്ളിലെ തർക്കത്തെ തുടർന്നാണ് രാജി. തോമസ് കെ തോമസ് അധ്യക്ഷ സ്ഥാനത്തെത്താനാണ് സാധ്യത കൂടുതൽ. എന്നാൽ PM സുരേഷ് ബാബുവിനെ അധ്യക്ഷനാക്കണം എന്ന നിലപാടിലാണ് PC ചാക്കോ. ഇതിനോട് AK ശശീന്ദ്രൻ വിഭാഗം എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇനി നിർണായകമാവുക ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമാണ്. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, തോമസ് കെ തോമസും AK ശശീന്ദ്രനും ഏതാണ്ട് സമവായത്തിലെത്തിയിട്ടുണ്ട് എന്നാണല്ലോ പാർട്ടിക്കുള്ളിലെ വിവരം. ഇതോടുകൂടിയാണോ ഇപ്പോൾ PC ചാക്കോ രാജിവെക്കാൻ നിർബന്ധിതനായിരിക്കുന്നത്? മഞ്ജുഷ, 2021 മാർച്ച് 10-നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അദ്ദേഹം കോൺഗ്രസുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് മാർച്ച് 16-ന് 2021 മാർച്ച് 16-ന് PC ചാക്കോ NCPയുടെ ഭാഗമാകുന്നത്. PC ചാക്കോയ്ക്കൊപ്പം ലതിക സുഭാഷ്, KR രാജൻ, സുരേഷ് ബാബു തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും NCPയിലേക്ക് എത്തി. പക്ഷേ AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനോട് മുഖ്യമന്ത്രി കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ദേശീയ നേതൃത്വം ഇതിൽ നിസ്സഹായ അവസ്ഥയിലാകുകയും ചെയ്തതിന് പിന്നാലെയാണ് ഏറെ സമ്മർദ്ദ നീക്കങ്ങൾക്കൊടുവിൽ PC ചാക്കോ NCPയുടെ അധ്യക്ഷ പദം തന്നെ രാജിവെച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി സുരേഷ് ബാബുവിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിൽ ഒരു വിഭാഗം ഇതിനോട് കടുത്ത എതിർപ്പിലാണ്. അവർ തോമസ് കെ തോമസ് അധ്യക്ഷനാകട്ടെ എന്ന നിലപാടിലാണ്. മന്ത്രി AK ശശീന്ദ്രനും ഈ നിലപാടിനോട് യോജിപ്പാണ് എന്നാണ് സൂചന. വൈകുന്നേരം 3:30 ഒരുപക്ഷെ AK ശശീന്ദ്രൻ വനംവകുപ്പ് ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ
പങ്കെടുക്കുന്ന സമയത്ത് മാധ്യമങ്ങളെ കണ്ടേക്കാം. അവിടെ അദ്ദേഹത്തിന് നിലപാട് വ്യക്തമാക്കും. PC ചാക്കോ ഡൽഹിയിലാണ് എന്നായിരുന്നു ആദ്യം ലഭിച്ച സൂചനകൾ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കൊച്ചിയിൽ ഒരുപക്ഷെ വൈകാതെ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഡൽഹിക്ക് തിരിക്കുമെന്നുള്ള സൂചനകളുമുണ്ട്. എന്തായാലും NCPയിൽ പരസ്യമായ വിഴുപ്പലക്കലുകൾ സംസ്ഥാന അധ്യക്ഷന്റെ രാജിയിലേക്ക് തന്നെ കടന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇനി പാർട്ടി പിളരുമോ അതോ PC ചാക്കോ വിഭാഗം പുറത്തു പോകുമോ എന്ന കാര്യങ്ങളിലാണ് വ്യക്തത കൈവരാനുള്ളത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. NCP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം PC ചാക്കോ രാജിവെച്ചു. അന്തരിച്ച കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ സംസ്കാര ചടങ്ങുകൾ എറണാകുളം ഇടപ്പള്ളി സെയിന്റ് ജോർജ് ഫെറോന പള്ളിയിൽ നടന്നു. പാലാരിവട്ടം അഞ്ചുമനയിലെ വീട്ടിൽ പൊതുദർശനത്തിൽ വെച്ച മൃതദേഹത്തിൽ കയർ ബോർഡ് ജീവനക്കാർ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ ഉള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. മസ്തിഷ്ക രക്തസ്രാവത്തിന് ചികിത്സയിലിരിക്കെ 2 ദിവസം മുൻപാണ് മരണം സംഭവിച്ചത്. രോഗിയായിരുന്നിട്ട് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ജോളിയെ സ്ഥലം മാറ്റിയ നടപടി വിവാദമായിരുന്നു. ജോളി മധുവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കൊച്ചി കയർ ബോർഡ് ഓഫീസിലേക്ക് പ്രതിഷേധം. CITUവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കയർ ബോർഡ് ഓഫീസിൽ തൊഴിൽ പീഡന പരാതി ഉന്നയിച്ച ജോളി മധുവിന്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനത്തെക്കുറിച്ച് പറയുന്നതാണ് സന്ദേശം. മേലുദ്യോഗസ്ഥരുടെ പേരും പരാമർശിച്ചിട്ടുണ്ട്. അഴിമതിയുടെ ആനുകൂല്യം തനിക്ക് വേണ്ടെന്നും ജോളി മധു പറയുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾക്ക് ചെയർമാൻ ഇല്ല. അതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ ഞങ്ങളുടേത്. ഇപ്പോൾ ഉണ്ടായിരുന്നത് ഒരു കുപ്പുരാമു എന്ന് പറയുന്നൊരു തമിഴനായിരുന്നു. അയാളുടെ ടെന്യൂർ കഴിഞ്ഞു, ജൂലൈയിൽ പോയി. അപ്പം അതുവരെ എനിക്കൊരു ഇഷ്യൂ ഉണ്ടായില്ല. ഈ അയാളങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഈ കള്ളനായ ശുക്ലയ്ക്ക് സെക്രട്ടറിയുടെ ചാർജും കിട്ടി. അവിടെ മിനിസ്ട്രിയിലുള്ള ഒരു വിപുൽ ഗോയൽ എന്ന് പറഞ്ഞ ആൾക്ക് ചെയർമാൻ്റെ ചാർജും കൊടുത്തു. അപ്പോൾ ഈ ശുക്ല കാശ് കൊടുത്ത് വിപുൽ ഗോയലിനെ അയാളുടെ പോക്കറ്റിലാക്കി വെച്ചിരിക്കുക. ഇയാൾ എന്തെഴുതുന്നോ അതുടനെ വിപുൽ ഗോയൽ സൈൻ ചെയ്ത് ഇങ്ങോട്ട് തരും. അപ്പോൾ ശുക്ലയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ശുക്ലയ്ക്കാണ് എന്നോട് ദേഷ്യവും. അയാൾ കക്കാനായിട്ട് ഒത്തിരി ഫയലുകളിൽ എഴുതിയതെല്ലാം ഞാൻ ഉടക്കി. ജോളി മധുവിനെ സ്ഥലം മാറ്റിയത് ചട്ടവിരുദ്ധമാണെന്ന് വ്യക്തമാവുകയാണ്. രോഗാവസ്ഥയിലുള്ളവർക്ക് സ്ഥലം മാറ്റം പാടില്ലെന്ന് കയർ ബോർഡിന്റെ ബൈലോയിൽ ഉണ്ടെന്നിരിക്കെയാണ് ജോളിയെ സ്ഥലം മാറ്റിയതെന്ന് കയർ ബോർഡിലെ മുൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. 31-ാം തീയതി ഉച്ചയ്ക്കാണ് ജോളിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കി. അന്ന് രാത്രിയാണ് ഇത് അഡ്മിറ്റ് ചെയ്തത്. അവർക്ക് ബുദ്ധിമുട്ടാകും, പ്രശ്നമാകും എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് അവർ ഈ പറഞ്ഞ ഫയലുകളെല്ലാം പുട്ടപ്പ് ചെയ്യുകയും രാത്രിക്ക് രാത്രി ശമ്പളം കൊടുക്കാൻ ഓർഡർ ഇടുകയും പിറ്റേ ദിവസം ശമ്പളം കൊടുക്കുകയും ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യുകയും ലീവ് റെഗുലൈസ് ചെയ്യുകയും എല്ലാം ചെയ്തത്. ഇനിയെങ്കിലും ഫ്യൂച്ചറിൽ കയറുമ്പോൾ ഒരു എംപ്ലോയിക്കും ഇങ്ങനെ വരരുതെന്നുള്ളതാണ് ജോളിയുടെ മെസ്സേജ്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും മുൻപ് എഴുതിയ കത്തും പുറത്തു വന്നിട്ടുണ്ട്. തൊഴിലിടത്തിൽ മാനസിക പീഡനം നേരിടേണ്ടി വന്നു, സ്ത്രീകൾക്ക് നേരെയുള്ള ഉപദ്രവം കൂടിയാണിതെന്നും ജോളി കത്തിൽ പറയുന്നുണ്ട്. പേടിയാണെന്നും ചെയർമാനോട് സംസാരിക്കാൻ ധൈര്യമില്ലെന്നും കത്തിൽ ജോളി പറയുന്നു. ഈ കത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ജോളി ബോധരഹിതയാകുന്നത്. കയർ ബോർഡിനെതിരെ വീണ്ടും തൊഴിൽ പീഡന പരാതി ഉയർന്നിട്ടുണ്ട്. മറ്റൊരു ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി ഉന്നയിച്ചത്. എൻ്റെ അച്ഛൻ ഓൾറെഡി ഇപ്പോൾ കയർ ബോർഡിൽ ഓൾമോസ്റ്റ് ഒരു 10 ഇയേഴ്സിൻ്റെ മുകളിൽ ആയി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പുള്ളിക്ക് ഭുവനേശ്വർ ഒഡീഷയിലേക്ക് ഒരു ട്രാൻസ്ഫർ കൊടുത്തായിരുന്നു. അപ്പോൾ ഈ ഒഡീഷയിലുള്ള സമയത്ത് തന്നെ ഒരു ചെറിയൊരു സ്ട്രോക്ക് പോലെ വന്നിട്ട് കയ്യിനും കാലിനും ചെറുതായിട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2019 വേറൊരു മേജർ സ്ട്രോക്ക് പോലെ വന്നു. പിന്നെ കഴിഞ്ഞ 2024 തുടക്കത്തിലും സ്ട്രോക്ക് പോലെ വന്നു. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഈ പറഞ്ഞ കുറേ ഹയർ ഒഫീഷ്യൽസിൻ്റെ ഹൈലി കറപ്റ്റഡാണ്, എക്സ്ട്രീംലി കറപ്റ്റഡായിട്ടുള്ള ഒഫീഷ്യൽസ് പറയണ അവരുടെ പ്രയാഗ്രാജിലെ മഹാകുംഭമേളയുടെ ഭാഗമായുള്ള പ്രധാന ദിവസങ്ങളിലൊന്നായ മാഘപൂർണിമയാണ് ഇന്ന്. തിരക്ക് നിയന്ത്രിക്കാൻ കർശന നിയന്ത്രണമാണ് ഉത്തർപ്രദേശ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗംഗയും യമുനയും സങ്കല്പത്തിലെ സരസ്വതിയും സംഗമിക്കുന്ന ത്രിവേണി സംഗമം. മഹാകുംഭമേള സമയത്ത് ഇവിടെ മുങ്ങിക്കുളിച്ചാൽ പുണ്യമായ വിശ്വാസികൾ കരുതുന്ന 6 പ്രധാന ദിവസങ്ങൾ. കഴിഞ്ഞത് പൗഷ് പൂർണിമ, മകരസംക്രാന്തി, മൗനി അമാവാസി, ബസന്ത പഞ്ചമി.
ഇന്ന് മാഘപൂർണിമ. ഇനിയുള്ളത് കുംഭമേളയുടെ സമാപനമായ മഹാശിവരാത്രി. തിക്കും തിരക്കും ഒഴിവാക്കാനായി ഉത്തർപ്രദേശ് സർക്കാർ കർശന നിയന്ത്രണങ്ങളാണ് പ്രയാഗ്രാജിലും പരിസര പ്രദേശങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രയാഗ്രാജിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല. കഴിഞ്ഞ ദിവസം കിലോമീറ്ററുകൾ നീളുന്ന 12 മണിക്കൂറോളം തുടർന്ന ഗതാഗതക്കുരുക്കിന്റെ സാഹചര്യത്തിലാണ് വാഹനങ്ങൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അയോധ്യ രാമക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായ ആചാര്യ സത്യേന്ദ്രദാസ് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ലക്നൌവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞയാഴ്ചയാണ് ന്യൂറോളജി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അമേരിക്കയിലെത്തും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ചാണ് മോദിയുടെ സന്ദർശനം. ഇന്ത്യക്കാരെ വിലങ്ങിട്ട് നാട് കടത്തിയത് വിവാദമായ സാഹചര്യത്തിൽ കൂടിക്കാഴ്ച നിർണായകമാണ്. ഇരുവരും ഇക്കാര്യം ചർച്ച ചെയ്തേക്കും. നാളെയാണ് ട്രംപ് മോദി കൂടിക്കാഴ്ച. അമേരിക്കൻ ഡോളറിനെതിരെ തുടർച്ചയായി ഇടിഞ്ഞുകൊണ്ടിരുന്ന ഇന്ത്യൻ രൂപ നേരിയ ഉയർച്ചയിൽ. ഫെബ്രുവരി 12-ന് US ഡോളറിനെതിരെ 39 പൈസയാണ് ഉയർന്നത്. നിലവിൽ $1 മൂല്യം 86.44 രൂപയാണ്. കൊല്ലം കുളത്തൂപ്പുഴ കണ്ടഞ്ചിറ ഓയിൽ പാം എസ്റ്റേറ്റിലെ തീപിടുത്തത്തിൽ ദുരൂഹതയുണ്ടെന്ന് തൊഴിലാളികൾ. തീപിടുത്തം പ്രതിരോധിക്കാൻ അടിക്കാടടക്കം വെട്ടിമാറ്റിയതാണ്. തീപിടുത്തത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ RDOയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയുണ്ടായ തീപിടുത്തം 10 മണിക്കൂറിലേറെ നീണ്ട ശ്രമത്തിനൊടുവിലാണ് നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന് പിന്നിൽ അട്ടിമറിയുണ്ടോ എന്ന സംശയമാണ് ഉയരുന്നത്. വനം വകുപ്പും ഫയർഫോഴ്സും അന്വേഷണം നടത്തുന്നുണ്ട്. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ RDOയെ ചുമതലപ്പെടുത്തി. കഴിഞ്ഞ വർഷവും കണ്ണഞ്ചിറ എസ്റ്റേറ്റിൽ തീപിടുത്തമുണ്ടായിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാൻ തീരുമാനമായത്. റീപ്ലാന്റിങ്ങിനായി മരങ്ങൾ വെട്ടിമാറ്റിയ സ്ഥലത്താണ് ആദ്യം തീപിടുത്തമുണ്ടായത്. പിന്നീട് തീ തോട്ടത്തിലേക്ക് പടരുകയായിരുന്നു. ഏകദേശം 300 ഹെക്ടറോളം കത്തിനശിച്ചതായാണ് കണക്ക്. തീ പടരാതിരിക്കാൻ അടിയന്തര ഫയർലൈൻ ഒരുക്കിയാണ് ഒരു പരിധിവരെ നിയന്ത്രിച്ചത്. തീ അണച്ചുകൊണ്ടിരിക്കുന്ന യൂണിറ്റിലെ വെള്ളം തീർന്നാൽ വീണ്ടും വെള്ളം നിറച്ചുകൊണ്ടുവരാൻ മണിക്കൂറുകളുടെ താമസമെടുക്കും. മിക്കയിടങ്ങളിലും വഴിയില്ലാത്തതും തീ അണയ്ക്കുന്നതിന് തടസ്സമായി. റീപ്ലാന്റിങ്ങിനായി വാങ്ങി സൂക്ഷിച്ചിരുന്ന തൈകൾ ഉൾപ്പെടെ കത്തിനശിച്ചു. കോടികളുടെ നഷ്ടമാണുണ്ടായത്. ഫാമിംഗ് കോർപ്പറേഷന്റെയും വനം വകുപ്പിന്റെയും ഫയർഫോഴ്സിന്റെയും ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് ഓയിൽ പാം എസ്റ്റേറ്റ്. ന്യൂസ് 18 കുളത്തൂപ്പുഴ. ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ജസ്പ്രീത് ബുംറ പുറത്തായി. പരുക്ക് ഭേദമാകാത്തതിനാൽ ബുംറയ്ക്ക് നഷ്ടമാകുന്ന രണ്ടാമത്തെ ICC പരമ്പരയാണ് 2025 ചാമ്പ്യൻസ് ട്രോഫി. ഹർഷീത് റാണ പകരക്കാരനാവും. അപ്രതീക്ഷിതമായി ടീമിൽ ഇടം നേടിയിരിക്കുകയാണ് വരുൺ ചക്രവർത്തി. അവസാന നിമിഷം ടീമിൽ വന്ന അഴിച്ചുപണികളിൽ ആശങ്കയിലാണ് ഇന്ത്യൻ ആരാധകർ. ഞെട്ടലോടൊപ്പം വേദനയായിരുന്നു ഓരോ ക്രിക്കറ്റ് ആരാധകന്റെയും മനസ്സിൽ. ജസ്പ്രീത് ബുംറ ഇല്ലാതെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ കളിക്കേണ്ടി വരുമെന്ന പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഇന്ത്യയുടെ ജയസാധ്യത പകുതിയിലും താഴെയായി കണക്കുകൂട്ടുന്നവരുമുണ്ട്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ തുടങ്ങിയവർ ടീമിലുണ്ടെങ്കിലും ഇന്ത്യൻ ആരാധകർ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ബുംറയുടെ സാന്നിധ്യം അത്രമേൽ അനിവാര്യമായിരുന്നു. ഹർഷിത് റാണയാണ് ബുംറയ്ക്ക് പകരമായി എത്തുന്നത്. പിന്നാലെ മറ്റൊരു ട്വിസ്റ്റ്. യശസ്വി ജയ്സ്വാളിന് പകരം വരുൺ ചക്രവർത്തി ടീമിലിടം നേടി. ഇതോടെ ചാമ്പ്യൻസ് ട്രോഫിയിൽ 5 സ്പിന്നർമാരുമായി ഇന്ത്യ ഇറങ്ങും എന്ന് വ്യക്തമായി. മുഹമ്മദ് ഷമി, അർഷദീപ് സിംഗ്, ഹാർദിക് പാണ്ഡ്യ, ഹർഷിത് റാണ എന്ന പേസ് അറ്റാക്ക് ഒരു വശത്ത്, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ എന്ന സ്പിൻ അറ്റാക്ക് മറുവശത്ത്. ബൌളിംഗ് നിര സമ്പന്നമാണെങ്കിലും പേസ് ബൌളർമാരുടെ പരിക്കും സ്പിൻ ബൌളർമാരുടെ ഫോമില്ലായ്മയും ടീമിന് തലവേദന സൃഷ്ടിക്കുകയാണ്. ബാറ്റിംഗ് നിരയിലേക്ക് വന്നാൽ രണ്ടാം ഏകദിനത്തിൽ രോഹിത് ശർമ്മയുടെ സെഞ്ചുറി ചെറിയ ആശ്വാസമൊന്നുമല്ല സൃഷ്ടിക്കുന്നത്. ഫോമില്ലായ്മയിൽ നിന്ന് രോഹിത് മാറുമ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിലും അത് തുടരുമെന്ന് വിശ്വസിക്കാം. കോഹ്ലിയുടെ ഫോമില്ലായ്മ ഗുരുതര പ്രശ്നമായി തുടരുകയാണ്. ആശ്വസിക്കാൻ കഴിയുന്നത് ശ്രേയസ് അയ്യറും ജഡേജയും നൽകുന്ന സംഭാവനകളാണ്.
ഗ്രൂപ്പ് ഘട്ടത്തിൽ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ന്യൂസിലൻഡിനെ നേരിടാൻ ഈ ടീം മതിയാകുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഏത് കോമ്പിനേഷനിൽ ടീം കളത്തിലിറങ്ങുമെന്ന് കാത്തിരുന്ന് കാണണം. ഹരികൃഷ്ണൻ, ന്യൂസ് 18. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാം ഏകദിനമാണ് ഇന്ന് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് വിരാട് കോഹ്ലിക്ക് ഫോമിലെത്താനുള്ള അവസാനത്തെ അവസരം കൂടിയാണ്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,900, പവന് 63,200. 18 ക്യാരറ്റ് ഗ്രാമിന് 6,550, പവന് 52,400. വെള്ളി ഗ്രാമിന് 105, കിലോയ്ക്ക് 1,05,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലപാന കേരളം ഹരികൃഷ്ണൻ ചേരും.